നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം മറ്റൊരു വാർത്തയിലേക്കാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭയാത്രയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഘോഷയാത്രകൾ ആരംഭിച്ചു. എറണാകുളത്ത് നിന്ന് ആര്യ വിനോദും തിരുവനന്തപുരത്ത് നിന്ന് സനിച്ചയും ചേരും. ആദ്യം ആര്യയിലേക്കാണ്. ആര്യ, എറണാകുളത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ആര്യയിലേക്ക് വരാം. സനിസയിലേക്ക് പോവുകയാണ്. സനിസ, തിരുവനന്തപുരത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? അനീഷ, ഇപ്പോൾ പാളയത്തിൽ നിന്നും ഘോഷയാത്ര മെല്ലെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്ത് എനിക്ക് തോന്നുന്നത് രാത്രിയോടെ എത്തിച്ചേരാൻ കഴിയും. അത്രയും പതുക്കെയാണ്. അത്രയും നിശ്ചല ദൃശ്യങ്ങളും അത്രയും ജനക്കൂട്ടവും ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമാണ്, മഹാഘോഷയാത്രയുടെ ഭാഗമാണ്. ഉണ്ണിക്കണ്ണന്മാർ ഇപ്പോൾ ഉറിയടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടെന്ന് കരുതുന്നു. പൊരിഞ്ഞ പോരാട്ടമാണ് ഇവിടെ. ഉണ്ണിക്കണ്ണന്മാരും അതുപോലെ ഗോപികമാരും കൂടെ ഉറി അടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ മറ്റൊരുപാട് കൃഷ്ണന്റെ 10ഓളം അവതാരങ്ങൾ, അതാണ് ഈ നിശ്ചല ദൃശ്യങ്ങളിൽ പലതിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉണ്ണിക്കണ്ണൻ, കൃഷ്ണൻ, വിഷ്ണു, അതുപോലെ ബലരാമൻ മുതൽ കൃഷ്ണന്റെ 10 അവതാരങ്ങൾ പല നിശ്ചല ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ എല്ലാം കുട്ടികളാണെന്നുള്ളതാണ്. വെണ്ണ തിന്നാണോ കണ്ണ? പേരെന്താ? ഇഷ്ടായോ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്? അത്തരത്തിൽ കൊച്ചു കുട്ടികളാണ് വിവിധ രൂപങ്ങൾ, കൃഷ്ണന്റെ വിവിധ അവതാരങ്ങൾ കെട്ടിയിരിക്കുന്നത് എന്നതാണ് ഈ ഒരു കാഴ്ചയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് പല നിശ്ചല ദൃശ്യങ്ങളിലും വളരെ ഭംഗിയോടെ കുട്ടികൾ ഒരുങ്ങി നിൽക്കുന്നത് കാണാം. ഇതാ ഗോപികമാരുടെ നൃത്തമുണ്ട്. നമുക്ക് സ്വല്പം ഒന്ന് നൃത്തം ആസ്വദിച്ചാലോ അനീഷ? തീർച്ചയായും. സനിസ പദവിക നൃത്തം ആസ്വദിച്ചുകൊള്ളൂ. ആര്യയുണ്ട് എറണാകുളത്ത് നിന്ന്. ആര്യയിലേക്കാണ്. ആര്യ, എറണാകുളത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? അനീഷ, എറണാകുളത്തെ ശോഭയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ കോവിലിൽ നിന്നും ഇപ്പോൾ കച്ചേരിപ്പടി ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ജോസ് ജംഗ്ഷനിൽ നിന്നും വിവിധ സംഘങ്ങളുമായി സംഗമിക്കും. അങ്ങനെയാണ് ഘോഷയാത്ര എറണാകുളം ശിവക്ഷേത്ര മൈതാനിയിലേക്ക് എത്തുക. ഇപ്പോൾ എല്ലാവരും ഈ ഒരു സംഗമത്തിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. ചെറിയ കുട്ടികളെ നമുക്ക് കാണാം. അച്ഛനും അമ്മയൊക്കെ എടുത്ത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കണ്ണനൊക്കെ ഉറങ്ങുകയാണ്. അത്രയും ചെറിയ കുഞ്ഞുങ്ങളെയാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുപ്പിച്ചത്. അങ്ങനെ ഘോഷയാത്ര മുന്നോട്ട് പോവുകയാണ്. വിവിധ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് കണ്ണന്മാരും ഗോപികന്മാരും എല്ലാം തന്നെ ഈ യാത്രയുടെ അതേ സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഏതായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശോഭയാത്രകൾ പുരോഗമിക്കുകയാണ്. എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്.
തിരുവനന്തപുരത്ത് നിന്ന് സൻസിയും എറണാകുളത്ത് നിന്ന് ആര്യയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.